ഹായ് ഓൾ ആൻഡ് ജോസഫ്. ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളും റിട്ടയർമെന്റ് പ്ലാനിങ്ങും എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ പ്രോസസ് ആണ്. റിട്ടയർമെന്റിനും അതേപോലെ തന്നെ നമുക്കൊരു ലോങ് ടൈം കിട്ടുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ അല്ലെങ്കിൽ റിട്ടയർമെന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെല്ലാം പോയിന്റ്സ് നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യമായിട്ട് പോയിന്റ് എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് പ്ലാനിങ് എന്തുകൊണ്ട് നമുക്ക് അനിവാര്യമാണ് അല്ലെങ്കിൽ ആവശ്യകത എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ചെലവുകൾ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് ഇതെല്ലാം നമുക്ക് റിട്ടയർമെന്റ് ശേഷവും നമുക്ക് നിലനിന്ന് പോകുന്നതാണ്. ഇവിടെയാണ് നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നത്. റൈറ്റ് ടൈമിൽ നല്ല സ്റ്റെപ്പുകൾ എടുത്ത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു കോർപ്പസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, മ്യൂച്വൽ ഫണ്ട് റിട്ടയർമെന്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ പ്രോസസ് ആണ്. അതുപോലെ റിട്ടയർമെന്റും നമുക്ക് നല്ലൊരു ലോങ് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നു. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് ഫണ്ടുകളോ അല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻസ് ഫണ്ടുകളോ നമുക്ക് റിട്ടയർമെന്റ് അടുത്ത വ്യക്തികൾക്ക് ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അപകടം കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഡെപ്റ്റ് ഫണ്ടുകളാണെങ്കിൽ നമുക്ക് സ്ഥിര ഇൻകം അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ SIP. നമ്മളറിയാം, ഇന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ആണ്. ഒരു സാധാരണ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. റിട്ടയർമെന്റിന് വേണ്ടിയും ഇത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാലാമത്, റിട്ടയർമെന്റ് പ്ലാനിങ് സ്റ്റെപ്സുകൾ എന്നാണ്. നമുക്കൊരു റിട്ടയർമെന്റ് ആകുന്നതിന് മുമ്പ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിട്ടയർമെന്റ് ഏജ് എത്രയാണെന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിട്ടയർമെന്റ് വന്നതിന് ശേഷം നമുക്ക് എത്ര എക്സ്പെൻസ് മന്ത്ലി ഉണ്ടാകാം റിട്ടയർമെന്റ് ശേഷം അത് കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്ന്, നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടി എന്തോരം കോർപ്പസ് എമൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇൻഫ്ലേഷൻ, നമ്മൾ ആരും കൺസിഡർ ചെയ്യാത്തൊരു ഫിഗറാണ് ഇൻഫ്ലേഷൻ. നമ്മൾ അറിയാതോ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിന് ഊന്നൽ കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള SIP എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്ത ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ നമ്മൾ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ നല്ലൊരു കോർപ്പസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും റിട്ടയർമെന്റിൽ നല്ലൊരു കോർപ്പസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നതാണ്. അപ്പോൾ ഇത്ര പ്രോസസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ സ്റ്റാഫുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.